നരേന്ദ്രമോദിക്ക് ഒരു കാരണവശാലും മൂന്നാം ഊഴം ഉണ്ടാകാൻ പോകുന്നില്ല. മൂന്നാം ഊഴം ജനങ്ങൾ കൊടുക്കില്ല. അതിൻ്റെ എല്ലാ സാധ്യതകളും ഇന്ത്യയും പറയുന്നുണ്ട്. ഈ മോദിയുടെ വരവിനെ ചെറുക്കാൻ വേണ്ടിയുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുന്നേറ്റത്തിൽ സവിശേഷമായൊരു പങ്കാണ് കേരളം വഹിക്കാൻ പോകുന്നത്. കേരളത്തിലെ LDF ദേശീയ രാഷ്ട്രീയത്തിലെ വളരെ പ്രസക്തമായൊരു രാഷ്ട്രീയ ചേരിയാണ്. വരാൻ പോകുന്ന പാർലമെൻറ്റിൽ 18ാം ലോകസഭയിൽ ഇടതുപക്ഷ സാന്നിധ്യത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇടതുപക്ഷം മത്സരിക്കുന്ന സീറ്റിൻ്റെ എണ്ണമൊന്നും ചോദിച്ചാരും LDFനെയോ ലെഫ്റ്റിനെയോ പ്രയാസത്തിലാക്കേണ്ട. എണ്ണം ചുരുക്കം തന്നെയാണ്. ആ ചുരുങ്ങിയ എണ്ണത്തിൽ നിന്ന് കുറച്ചേറെ പേർ ജയിച്ചു വരും ലോക്സഭയിൽ. ആ ഇടതുപക്ഷ MP-മാരായിരിക്കും വരുന്ന ലോക്സഭയുടെ രാഷ്ട്രീയ ഗതിക്രമങ്ങളെ നിർണ്ണയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഫാക്ടർ എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങൾ കാത്തിരിക്കുന്ന മാറ്റത്തിൻ്റെ ഒരു പ്രചോദന ഘടകമായി മാറാൻ പോകുന്നത് ആ ഇടതുപക്ഷ MP-മാരായിരിക്കും. ആ കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ LDFകാർ കേരളത്തിൽ നിന്ന് 20 MP-മാരെയും ജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പാടുപെടുന്നത്. ലക്ഷ്യം അതാണ്. 20 MP-മാരെയും ജയിപ്പിക്കണം. ആ MP-മാർ ദേശീയ രാഷ്ട്രീയത്തിൽ 18ാം ലോക്സഭയിൽ പ്രധാനപ്പെട്ടൊരു രാഷ്ട്രീയ ശക്തിയായി മാറും. അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം വിജയിപ്പിക്കാൻ വേണ്ടി അവർ സ്വന്തം പങ്ക് നിറവേറ്റും.